വ്യൂവേഴ്സ് എല്ലാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലാണ്. ചെങ്കോട്ടയിൽ നമ്മൾ അമ്മൻ ഊണവകം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ജനകീയ ഹോട്ടലൊക്കെ പോലെ തമിഴ്നാട്ടിലുള്ള ഒരു ഹോട്ടൽ നെറ്റ്വർക്കാണ്. നമ്മുടെ നാട്ടിലെ ജനകീയ ഹോട്ടലുകൾ പോലെ തന്നെ ഇവിടെയും ഫുഡിന് നല്ല വില കുറവാണ്. 1 രൂപയ്ക്ക് നമുക്ക് ഇഡ്ഡലി കിട്ടും, 5 രൂപയ്ക്ക് തൈര് സാദം, സാമ്പാർ സാദം, അങ്ങനെയും കുറേ ഡിഷുകളുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇഡ്ഡലി കഴിക്കാനാണ് വന്നത്. പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഇഡ്ഡലി എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോൾ 10:30 മണിയായി. ഇനിയിപ്പോൾ 11 മണിക്കാണ് ഉച്ചക്കലത്തുള്ള ഫുഡ് കൊടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ വരൂ ഗൈസ്. കയറുന്നതിന് മുമ്പ് ആദ്യം ഇവിടെ ചെരുപ്പ് കുഴി വരാം. നമുക്ക് അകത്തോട്ട് കയറാം. ഇല്ല അവന് പറഞ്ഞാണ്. നമ്മൾ തൈര് സാധവും സാമ്പാർ സാധവും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചോളൂ. അല്ലെങ്കിൽ നമുക്കിവിടെ ഈ മേശയിൽ നമുക്ക് നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ തറയിരുന്ന് കഴിക്കാം. തറയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്ന തറയാണ്. ഇവർ ഡെയിലി 2 തവണ ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണിത്. രാവിലെ ഇവരിവിടെ 5:30 സ്റ്റാർട്ട് ചെയ്യും. 5:30 3 പേരാണ് ജോലിക്ക് വരുന്നത്. 5:30 3 പേര് വന്നതിന് ശേഷം ഇവിടെ കറികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് 7:30 ഫുഡ് കൊടുത്തു തുടങ്ങും. അതൊരു 11 മണി വരെയാണ്. 11 മണിക്ക് ശേഷം രണ്ടാമത്തെ ആൾക്കാർ വരും. ഷിഫ്റ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ ഷിഫ്റ്റ് വരും. എന്നിട്ട് 11 മണി തൊട്ട് 3 മണി വരെയാണ് പിന്നെ ഇവിടെ ഉള്ളത്. രാവിലെ ഇഡ്ഡലി ഉണ്ട്, ഇഡ്ഡലി സാമ്പാർ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം തൈര് സാദം, സാമ്പാർ സാദം. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ സാമ്പാർ സാദമുണ്ട്, തൈര് സാദമുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് അച്ചാറും തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സാമ്പാർ സാദം കഴിച്ചു നോക്കാം. ഡിപ്ലോമ നമ്മളൊരു ക്ലാസ് 2 പേര്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമാണ്, നല്ല കെയറിങ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. குற்றாலம் போனோம். போயிட்டீங்களா? இங்கே முடிஞ்சிட்டு குற்றாலம் அப்புறம் திரும்ப സാമ്പാർ സാധനം അടിപൊളിയാണ്. ചെറുതായിട്ട് ബിരിയാണിയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സാമ്പാറിലെ വെജിറ്റബിൾ കറി. ഇത് എന്താ സാധനം? ഇത് തക്കാളി സാധനം. ഇത് സാമ്പാർ സാധനമല്ല, തക്കാളി സാധനമാണ്. ഇത് തൈര് സാധനം. അപ്പം നമുക്ക് തക്കാളി സാധനം കഴിച്ചു. അടിപൊളിയാണ് കഴിച്ചു. തക്കാളിയുടെ ടേസ്റ്റ് നല്ലപോലെ അറിയാം. നല്ല ചൂടാണ്. ഇപ്പോൾ വേവിച്ച് കൊണ്ടുവന്നതേ ഉള്ളെന്ന് തോന്നുന്നു. അടിപൊളിയാണ്. ഈ തക്കാളി സാദം 5 രൂപ, തൈര് സാദം 5 രൂപ, അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല മനസ്സ് നല്ല തൃപ്തിയോടെ തന്നെ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഇനി നമുക്കൊന്ന് തൈര് സാദം കഴിച്ചു നോക്കാം. തൈര് സാദം വലിയ പുളിപ്പൊന്നുമില്ല, കൊള്ളാം. തൈര് സാദത്തിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് തക്കാളി സാദം തന്നെയാണ്. ഇതിൻ്റെ കൂടെ സാധാ അച്ചാർ നമുക്ക് കിട്ടുന്ന അച്ചാറാണ് തന്നേക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മളിപ്പോൾ തറയിരുന്നിരിക്കുകയാണ്. ഇവിടെ തറയിൽ ഇരിക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഡെയിലി 2 തവണ ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ തറയിരിക്കാം. അപ്പോൾ നമ്മൾ തറയിരുന്നിരിക്കുകയാണ്.
ഇതിൻ്റെ അകത്ത് തൈര് സാധനത്തിൻ്റെ അകത്ത് ഞുറുക്കരിയാണെന്ന് തോന്നുന്നു ഇവർ ഇട്ടേക്കുന്നത്. തൈര് സാധനം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. തൈര് സാധനം ഞാൻ കേർഡ് റൈസ് ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് ഈ തക്കാളി സാധനം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മുമ്പ് ഇവിടെ ഒരു ഷിഫ്റ്റിൽ 6 പേരാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 3 പേരായിട്ട് കുറച്ചേക്കാണ്. ഇവിടെ നല്ല തിരക്കാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ 11 മണിയായിട്ടേ ഉള്ളൂ. 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ തുടങ്ങിക്കൊണ്ട് വലിയ ആളും കാര്യങ്ങളൊന്നുമില്ല. ഒരു 2 മണി ടൈമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാവുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ രാവിലെ ഒരു 8 മണി 9 മണി ടൈമിലൊക്കെ നല്ല ആളാണ് ഇവിടെ. ഒരു ഡെയിലി ഒരു 1500 ഇഡ്ഡലിയോളം രാവിലെ ഇവിടുന്ന് സെയിലാവുമെന്നാണ് ഇവിടുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാം. അത് ഇവിടുത്തെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ ഉള്ള സാധാരണക്കാർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. നമ്മുടെ നാട്ടിലുണ്ട് ജനകീയ ഹോട്ടൽ, അതുപോലെ തന്നെയാണ്. ജനകീയ ഹോട്ടലിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത്. ഞാൻ ജനകീയ ഹോട്ടലിൽ പോയി ചെയ്തൊരു വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ഒന്ന് കാണുക. അവിടെ ഞാൻ ഐ ബട്ടണിലേക്ക് കൊടുത്തേക്കാം. മാത്രം നമ്മൾ തന്നെ കഴിയണം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചാച്ച.